ഈ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഷോർട്ട് കുർത്തയാണ്. ഇതിനു മുമ്പ് ഞാൻ തയ്ച്ചിരുന്നത് ഒരു അനാർക്കലിയുടെ കൂടെ ഉണ്ടായിരുന്നത് തന്നെയാണ്. ആ ദിവസം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. തുണി തികയാണെങ്കിൽ മാത്രം നമുക്ക് സ്ലീവ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെറുതായിട്ട് ഞൊറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. തുണി ഒരുമാതിരി തികച്ചിട്ട് നമ്മൾ 2 പീസ് ജോയിൻ ചെയ്തിട്ട് ഒരു കുഞ്ഞ് കൈയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പ് വരണത്. നെക്ക് നമ്മൾ ഫ്രണ്ടിൽ വി ആണ് കൊടുത്തേക്കുന്നത്, ബാക്കിൽ നോർമലായിട്ടുള്ള നെക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആളൊന്ന് ഇട്ട് നോക്കി ഇഷ്ടപ്പെട്ട് രാത്രി തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇത്. അതിന് ശേഷം നമുക്ക് കുറേ ബ്ലൗസുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന ബ്ലൗസുകളാണ് കേട്ടോ. നമുക്ക് ബ്ലൗസുകൾ 5 ബ്ലൗസാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണത്തിന് മാത്രമേ ലൈനിങ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള 4 ലൈനിങ് ഇല്ലാതെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് ഹെം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി തേക്കാനും കൂടി ബാക്കിയുള്ളൂ. എല്ലാം തന്നെ നോർമൽ കട്ടിങ് ബ്ലൗസുകളാണ്, പ്രിൻസസ് കട്ടൊന്നുമല്ല, നോർമലായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ബ്ലൗസുകൾ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തേക്കുന്നൊരു നോർമലായിട്ടുള്ളൊരു ടോപ്പാണ്. ഇതാണ് കേട്ടോ തുണി വരുന്നത്. തുണിയാണ് നല്ല ഭംഗിയുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പരാഗിൽ നിന്ന് എടുത്തേക്കുന്ന തുണിയാണ് ഇത്. നമ്മൾ നോർമലായിട്ടുള്ളൊരു സ്ട്രെയിറ്റ് കട്ടിങ് ആയിട്ടുള്ളൊരു ടോപ്പ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യണത്. സ്ലീവിൽ നമ്മൾ മുഴുവനായിട്ടുള്ള വർക്ക് വെച്ച് കൊടുത്തിട്ടില്ല, കുറച്ച് ഭാഗമായിട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളൂ. മുഴുവനായിട്ട് തയ്ക്കുമ്പോഴത്തേക്കിനും കൈ വൃത്തി ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. സ്ക്വയർ വ്യൂ ആണ് കേട്ടോ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും നെക്ക് കൊടുത്തേക്കണത്. കുറച്ച് വൈഡായിട്ടാണ് ചെയ്തേക്കണത്. സ്ലീവ് നമ്മൾ എൽബോ സ്ലീവ് ആണ് കൊടുത്തേക്കണത്. തയ്ച്ച ഉടനെ തന്നെ ആൾ വന്ന് ഇട്ടോക്കി കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഇത് തയ്ച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെയാണ്. ഇത് ഫ്രണ്ട് എംബ്രോയ്ഡറി ഒക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇഷ്ടമായെന്ന് പറയണേ.